നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് കുറച്ച് ഗൗരവത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശ്രീനിവാസനെ നമ്മൾക്ക് ചർച്ചാ വിഷയമാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഷയിലായിരുന്നു. അത് വേദിയിൽ എന്നുള്ള നിലയിലല്ല. അദ്ദേഹം എൻ്റെയറായിട്ട് ഒരു പുരോഗമനത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയുണ്ടായിരുന്ന ജാതി സമ്പ്രദായത്തിനെതിരെ അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവുകൾക്കെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ, നർമ്മം കലർന്ന ഭാഷയിൽ സംസാരിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില ആശയപരമായ തമാശയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്നാലും നമുക്കറിയാം, പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ ഒരു തീം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് ഒരു തട്ടാനായ ഒരു ചെറുപ്പക്കാരൻ അവന് ചെറിയ രീതിയിൽ ചെറിയ ഒരു പണിശാലയൊക്കെ നടത്തിക്കൊണ്ട് വരുന്നു. തൊട്ടടുത്ത് വീട്ടിലുണ്ടായിരുന്ന വലിയ സമ്പന്നനും അതോടൊപ്പം തന്നെ ഒരു ഉന്നതകുല ജാതനുമായ ഒരു പണിക്കരുടെ മകളുമായി പ്രണയത്തിലാകുന്നു. സ്വാഭാവികമാണ്. ആ രണ്ട് അയൽവക്കമാകുമ്പോൾ തീർച്ചയായും അപ്പുറവുമുള്ള രണ്ടുപേർ തമ്മിൽ പ്രണയബദ്ധരാകുക എന്ന് പറഞ്ഞാൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. അതിനെ ആരും തെറ്റായ കണ്ണോടുകൂടി കാണുകയുമില്ല. അതൊരു പ്രണയമാണ്. ആ പ്രണയം ഇങ്ങനെ പൂവിട്ട് മൊട്ടിട്ട് അതിങ്ങനെ കാലങ്ങളോളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ വരുന്ന ഒരു സമയത്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു. ആ പെൺകുട്ടി തീർച്ചയായും ചിന്തിച്ചിരിക്കാം, തൊട്ട അയൽവക്കം ഒരു ഇൻഫാക്ച്വേഷൻ എന്നതിനപ്പുറത്തേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കൗമാര കാലഘട്ടത്തിലുണ്ടായ വെറും ഒരു ഇൻഫാക്ച്വേഷൻ, അതിനപ്പുറത്തേക്കൊന്നും ആ പെൺകുട്ടിക്ക് ആ ചെറുപ്പക്കാരനോട് തോന്നിയിട്ടേ ഇല്ല, ഈ തട്ടാനോട് തോന്നിയിട്ടില്ല. അങ്ങനെ ആ തട്ടാനോട് പറയുന്നു, എനിക്കൊരു മാല വേണമെന്ന് തട്ടാനോട് ആവശ്യപ്പെടുന്നു. ആ തട്ടാൻ തീർച്ചയായിട്ടും ഒരു മാല ഉണ്ടാക്കി കൊടുക്കുന്നു. ആ മാലയുടെ തൂക്കം ഏകദേശം 10 പവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മാല നൽകുന്നത്. 10 പവൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഒടുവിൽ ആ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ എത്തുന്നു. പെൺകുട്ടി വിവാഹിതയായി ഭർത്താവിനോടൊപ്പം പോവുകയും ചെയ്യുന്നു. അവിടെ ആ പ്രണയത്തിൻ്റെ തിരശീല വീഴുകയാണ്. സ്വാഭാവികമായി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടാന് തേപ്പ് കിട്ടി. അങ്ങനെ പോകുന്ന സാഹചര്യം. അപ്പോൾ അവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരെന്ന് പറഞ്ഞാൽ തീർത്തും ഉന്നതകുല ജാതരായ വ്യക്തികളാണ്. മറ്റേ ഈ തട്ടാനെന്നൊക്കെ പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടേണ്ടവനാണ്. അവർ OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ആ സിനിമയുടെ അന്തിമമായി നമ്മൾ കാണുന്ന ഒരു കാര്യം, ആ ഉന്നതകുല ജാതിന് മേൽ അല്ലെങ്കിൽ ആ വരേണ്യവർഗത്തിന് മേൽ നേടിയ ഒരു വിജയമാണ്. അതായത് ഞങ്ങൾക്ക് പണി തരാൻ നോക്കിയാൽ തിരിച്ചും അതിനിരട്ടിപ്പണി ഞങ്ങൾ പണിയും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഈ പറയുന്ന ശ്രീനിവാസൻ്റെ പൊന്മുട്ടയുടെ താറാവ് എന്ന സിനിമയിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങളെ പണിയാൻ നോക്കിയാൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മേധാശക്തിയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഴിവുകളുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുമുണ്ട് എന്ന് ഉച്ചത്തിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന പട്യം സ്വദേശിയായ മനുഷ്യൻ ജനത്തോട് വിളിച്ച് പറഞ്ഞ സിനിമയാണ് പൊന്മുട്ടയുടെ താറാവ്. എന്നാൽ അവിടെയും തീരുന്നില്ല പൊന്മുട്ടയുടെ താറാവ് എന്ന് പറയുന്ന സിനിമയിലെ രാഷ്ട്രീയ വീക്ഷണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെ സംഭവിച്ചത് പിന്നീട് എന്താണ് ഉണ്ടായത്? ആ നാട്ടിലെ ഒരു മുസ്ലിം കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ സ്ത്രീകളെ അടിച്ചമർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അനാചാരത്തിനെതിരെ ശക്തമായി ശബ്ദം ഉയർത്താനും കഴിഞ്ഞു. അവിടെ നടക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട വിവാഹ രീതി ഉണ്ടായിരുന്നു. പ്രായം ഏറെ ആയ ഒരാളുടെ മുസ്ലിം ഒരു കാശുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര എളുപ്പമുള്ള പെൺകുട്ടിയെ വേണമെങ്കിലും വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായത്തിനെതിരെ വെച്ച വാളുണ്ടായിരുന്നു ആ ശ്രീനിവാസൻ്റെ ആ സിനിമയ്ക്കുള്ളിൽ. അതിൽ കരമന ജനാർദ്ദനൻ നായർ അവതരിപ്പിച്ചിരിക്കുന്ന അവിടുത്തെ ഹാജിയാർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യ പാർവതിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ നടി അല്ലെങ്കിൽ ആ ബീവിയെ നാട്ടിലാരും കണ്ടിട്ടില്ല. കാരണം എന്താണ്? ആ പറയുന്ന പ്രായമേറെ ആയ ആ ഹാജിയാർ വളരെ ചെറുപ്പമുള്ള കൗമാരക്കാരിയായ ആ പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്ന് വീടിനുള്ളിൽ തടങ്കൽ പാർപ്പിച്ചിരിക്കുന്നു. ശബ്ദം മാത്രമേ പുറത്തേക്ക് വരൂ. അങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു മുസ്ലിം കുടുംബം. ഏറ്റവും ഒടുവിൽ അവളെല്ലാം ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരുമ്പോൾ നാട്ടുകാർ കണ്ണു തള്ളി നിൽക്കുകയാണ്. കാര്യം അത് പുറത്തേക്കിറങ്ങി ഹാജിയാർക്ക് അപകടം പറ്റി എന്ന് കേൾക്കുമ്പോൾ അവൾ സർവതന്ത്ര സ്വതന്ത്രയാകുന്ന ഒരവസ്ഥയിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ട് എത്തിക്കുക കൂടി ചെയ്യുന്ന ശ്രീനിവാസനെ നമ്മൾ അവിടെ കാണാം.
അവിടെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ എത്ര സരളമായിട്ടാണ് വലിയ തോതിലുള്ള വലിയ വീക്ഷണകോണിലുള്ള ഒരു രാഷ്ട്രീയത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരൻ്റെ പ്രാധാന്യം ഒളിഞ്ഞു കിടക്കുന്നത്. ഇനി മറ്റ് സിനിമകളിലേക്കും പോയാൽ നമുക്കറിയാം, പച്ചയ്ക്ക് രാഷ്ട്രീയത്തെ വിമർശിച്ച ഒരു സിനിമയാണ് സന്ദേശം എന്നുള്ളത്. ആ സന്ദേശം എന്ന് പറയുന്ന സിനിമയിലെ പല കാര്യങ്ങളും ഇന്നും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. എന്തിനേറെ പറയുന്ന ഓരോ തവണയും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പക്കാ പൊളിറ്റിക്കൽ സിനിമ എന്നുള്ള നിലയിലാണ് സന്ദേശം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ആധാരം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും എന്ന് വേണ്ട, ഇവിടെ ആ സമയത്ത് BJP അത്രത്തോളം ശക്തമാകാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് അതിനെ അധികം പരിഹസിക്കുന്നില്ല എങ്കിൽ തന്നെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വേണ്ട രീതിയിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പഴയ മാമൂലുകളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു സൈദ്ധാന്തിക ജീവിതവും ഇപ്പുറത്തോട്ട് വന്നു നിന്നുകൊണ്ട് ഇവിടെ അധികാരത്തിന് വേണ്ടി എന്തും വിവരക്കേടും വിളിച്ചു പറയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു വലത് രാഷ്ട്രീയവും വളരെ കൃത്യമായി അവതരിപ്പിച്ച് കാണിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ നേതാക്കന്മാർ ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാകാതെ പൊട്ടനാട്ടം കാണുന്ന രീതിയിലിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ലോക്കൽ നേതാക്കളെ വളരെ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട്. അവിടെ ഓരോ പുഴുക്കുത്തുകളെയും വളരെ നന്നായി അവതരിപ്പിക്കാൻ ശ്രീനിവാസനുള്ള കഴിവ് മറ്റെങ്ങും കാണാത്തതാണ് എന്നുള്ള കാര്യം വളരെ വാസ്തവമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ശ്രീനിവാസൻ സംസാരിച്ചിട്ടുണ്ടെന്നേ. അത് നമുക്ക് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ശ്രീനിവാസൻ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീ വിമോചനം വളരെ കൃത്യമാണ്. ആ സിനിമയിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണ്, ഒട്ടേറെ സാമൂഹിക വിമർശനങ്ങൾ ആ സിനിമയിൽ ഉൾച്ചേർന്നിരിക്കുന്നു. എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാം, അവിടെ ഈ ശബരിമല എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ കുറച്ച് കാലത്തിന് ശേഷം ഈ BJP ഒക്കെ അങ്ങോട്ട് കുടപിടിച്ച് വരുന്ന സമയത്താണ് ശ്രീനിവാസൻ അങ്ങനെ ഒരു സംഭവം അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിവാദമായി പോയനെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിലേക്ക് നമ്മൾ 41 ദിവസം വ്രതം എടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നു. പോയതിനു ശേഷം തിരിച്ചു വന്ന് 42ാമത്തെ ദിവസം അല്ലെങ്കിൽ 43ാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഴയ നമ്മളായി മാറുന്നു. അപ്പോൾ അതിനെ ശ്രീനിവാസൻ ചോദിച്ചിരിക്കുന്നത് സീസണൽ ഭക്തി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ആ പറയുന്ന നമ്മൾ കാണിച്ചിരിക്കുന്നത് കപടമായ ഭക്തിയാണ് എന്നുള്ളത് പൊളിച്ചെഴുതിയിരിക്കുകയല്ലേ. ഇത് വീട്ടിലേക്ക് ആ ശ്രീനിവാസൻ വന്ന് കയറുമ്പോൾ വീട്ടിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മാംസാദികളൊക്കെ കറി വെച്ച് വെച്ചിരിക്കുന്നു. അതൊന്നും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലായിടത്തും പുറത്തേക്ക് എറിഞ്ഞു കളയുന്ന ഒരാളാണ്. അപ്പോഴാണ് പറയുന്നത്, എടാ ഇത് 41 ദിവസത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ വ്രതം പിടിച്ച് ശബരിമലയിൽ പോകുന്നത്, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മാലയൊക്കെ ഊരി സാധാരണ മനുഷ്യനായി ജീവിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെന്താ സീസണൽ ഭക്തിയാണോ എന്ന് ചോദിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ എന്ന് നമുക്ക് ചോദിച്ചുകൂടെ? വളരെ പ്രസക്തമായൊരു ചോദ്യമല്ലേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഒരു കഴിവുമില്ലാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് ദീക്ഷയും വളർത്തി നെറ്റിക്ക് ചന്ദനക്കുറിയൊക്കെ ഇട്ട് കാവി മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് ഒരിടത്ത് വിളക്കും കത്തിച്ച് പൂജയായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം പെട്ടെന്ന് മാറും. നമ്മുടെ സമൂഹം മാറിക്കൊണ്ട് അയാളുടെ പിന്നാലെ പോകുന്ന, അതായത് ആൾദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യൻ്റെ ഉളുപ്പില്ലായ്മയെക്കുറിച്ചും ശ്രീനിവാസൻ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കഴിവ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് സാമൂഹ്യ വിമർശനത്തിന് വേണ്ടി തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കലാരൂപത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച് തന്നത് ശരിക്കും ശ്രീനിവാസനാണെന്ന് പറയേണ്ടി വരും. സാമൂഹ്യ വിമർശനങ്ങളാവാം, കടുത്ത ഭാഷയിലാവാം, സരളമായിട്ടാകാം, ഇനി അതല്ല വളരെ രസകരമായി നുറുങ്ങ് തമാശകളിലൂടെ ആവാം. അങ്ങനെ നുറുങ്ങ് തമാശകളിലൂടെ എന്താ പറയുക, നമുക്ക് മുൻപുണ്ടായിരുന്ന കുഞ്ചൻ നമ്പ്യാരൊക്കെ അവതരിപ്പിച്ചിരുന്ന പോലെ അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനമായിരുന്നെങ്കിൽ അത് ഈ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നത് സിനിമകളിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് അതിനെ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം. അങ്ങനെ ആ സിനിമയും ഈ പറയുന്ന പോലെ സ്ത്രീ വിമോചനത്തിലേക്ക് എത്തുന്നു. ഭർത്താവ് നോക്കുന്നില്ലെങ്കിൽ വേണ്ടെന്നേ, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് ശ്യാമള ഈ ഒരുപാട് ശ്യാമളമാരുടെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഒരു ഗുണവുമില്ലാതെ അവരെ നോക്കാതെയും കാണാതെയും ഇട്ടിരിക്കുന്ന ഭാര്യമാർ ജീവിതത്തിൽ പല അച്ചീവ്മെൻറ്റിലേക്ക് എത്താറുണ്ട്, പല നേട്ടങ്ങളിലേക്ക് എത്തി. ഇപ്പം നമുക്കറിയാം, മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി വീട്ടുതടങ്കലിൽ കഴിയുന്ന പോലെയായിരുന്നു ദിലീപിനോടൊപ്പം ജീവിച്ചിരുന്നത്. പിന്നീട് അതിനുശേഷം മഞ്ജു വാര്യരുടെ ലൈഫിലുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. പരമാവധി എക്സ്പ്ലോർ ചെയ്യുവാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒന്നിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തനിക്കറിയാവുന്ന തൻ്റെ മേഖലയിലൂടെ വളർന്ന് പടർന്ന് പന്തലിക്കുവാൻ ഒരു സ്ത്രീക്ക് ശേഷിയുണ്ട് എന്ന് വരച്ച് കാണിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഈ പറയുന്ന നമ്മുടെ
ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് സിനിമകൾ, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ആ സിനിമകളെല്ലാം ആഴത്തിൽ പറഞ്ഞു പോകുന്ന ഒരു അധകൃതൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഒരു അടിച്ചമർത്തപ്പെടുന്നവൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെടുന്നവൻ പിന്നീട് നാളെയുടെ ശബ്ദമായി മാറുന്നതിൻ്റെ സന്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ സിനിമ എന്നുള്ളത്. അതായത് ശ്രീനിവാസൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള സിനിമകൾ ഇതൊക്കെ ആയിരുന്നു. ഇതൊക്കെ ആയിരിക്കണം ഒരു സിനിമ എന്ന് തന്നെയാണ് ശ്രീനിവാസൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സരസമായി, വളരെ സരളമായി, വളരെ രസകരമായി, ആർക്കും ബോറടിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രീനിവാസൻ്റെ ആ ഒരു ശേഷി, ആ ഒരു കഴിവ് അന്യാദൃശ്യമാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിന് അമ്മയറിയാനെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ അബ്രഹാം നമുക്കൊരു സിനിമ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ എത്രയോ മടങ്ങി ഇമ്പാക്റ്റോടുകൂടി തന്നെയാണ് ഇവിടെ ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ പിന്നെ ദാസനെയും വിജയനെയും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പം ഈ ബികോം ഫസ്റ്റ് ക്ലാസ് നേടിയിട്ടും കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന രൂക്ഷമായൊരു പ്രതിസന്ധിയെ മറികടക്കാൻ നാട് വിട്ട് ഒളിച്ചോടി പോകേണ്ടി വന്ന ഒരു 2 ചെറുപ്പക്കാരുടെ കഥ നാടോടിക്കാറ്റ് പറയുമ്പോൾ നമുക്ക് തമാശയ്ക്കപ്പുറം നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിലൊക്കെ വലിയ വലിയ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ സർക്കാരുകൾ കാണിച്ചു കൂട്ടിയ പിടിപ്പുകേടിലേക്കൊക്കെ വളരെ നിശിതമായി വിരൽ ചൂണ്ടുന്നുണ്ട്. ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന് പോലും ജോലിയില്ലാത്ത ആ കാലത്തിലേക്ക് വളരെ ശക്തമായിട്ടാണ് വിരൽ ചൂണ്ടുന്നത്. പിന്നീട് ചെറുപ്പക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദാരുണമായ അവസ്ഥകൾ മറ്റൊരു വഴിക്ക് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ട് ഒരുപാട് സിനിമകളിലൂടെ രാഷ്ട്രീയം, വളരെ വ്യക്തമായ അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയം, അധകൃതരുടെ രാഷ്ട്രീയം, നിറത്തിൻ്റെ രാഷ്ട്രീയം, ഇതെല്ലാം വളരെ വ്യക്തമായി വളരെ മനോഹരമായി നമുക്ക് അവതരിപ്പിച്ചു തന്ന ഒരു കലാകാരൻ കൂടിയാണ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞത്. എസ് വി ജേണലിൻ്റെ ആദരാഞ്ജലികൾ നേരുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.